അത് ചോദ്യം ചെയ്തത് കാരണം ബസ്സിലെ ഡ്രൈവർ വന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇങ്ങനെ മൊത്തം അടിച്ച് ഈ ഭാഗമാണ് ബൈപ്പാസ് ചെയ്തതാണ്. ഗതാഗതക്കുരുക്കിനിടെ കാറിന്റെ കണ്ണാടിയിൽ തട്ടിയത് ചോദ്യം ചെയ്ത യാത്രികനെ ബസ് ഡ്രൈവർ മുഖത്തടിച്ചതായി പരാതി. വടകര കരിമ്പനപാലത്താണ് സംഭവം. വടകര കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജാനകി ബസ് ഡ്രൈവർക്കെതിരെയാണ് പരാതി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കരിമ്പനപാലം ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇതിനിടെയാണ് സംഭവം. കോഴിക്കോട് ഭാഗത്ത് നിന്നും വടകരയിലേക്ക് വരികയായിരുന്നു ബസ്സും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാർ യാത്രികരും. ഇതിനിടെ അശ്രദ്ധമായി മുന്നോട്ടെടുത്ത ബസ് കാറിൽ തട്ടി. ഇത് ചോദ്യം ചെയ്ത കാർ യാത്രികൻ കോഴിക്കോട് സ്വദേശി ഫൈസലിനെയാണ് ഡ്രൈവർ മുഖത്തടിച്ചത്. ആളുകൾ ഇടപെട്ടതോടെ ബസ്സുമായി ജീവനക്കാർ പോവുകയും ചെയ്തു. തുടർന്ന് കാർ യാത്രികർ വടകര പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് നിന്ന് വടകരക്ക് വരുന്ന വഴി യാത്ര ചെയ്യുന്ന വഴി വടകര കരിമ്പനപാലം വെച്ച് കോഴിക്കോട് വടകര റൂട്ടിലോടുന്ന റീഗൽ ബസ് KL 13 AB 2151 ബസ് മാരകമായ സ്പീഡിൽ വന്ന് ഞങ്ങളെ കാറിനെ തട്ടിക്കുകയും അത് ചോദ്യം ചെയ്തത് കാരണം ബസ്സിലെ ഡ്രൈവർ വന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ബസ്സിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തോ മാരക ലഹരി മരുന്ന് ഉപയോഗിച്ചായിട്ട് സംശയമുണ്ട്. അത് കാരണം ഇപ്പം പറഞ്ഞ് വേഗം ബസ് കൊടുത്തിട്ട് വേഗം പോയി മുങ്ങിക്കളഞ്ഞാണ്. അതിനെതിരെ പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് മിററിന് തട്ടിയപ്പോൾ ഞങ്ങൾ എന്തിനാന്ന് ചോദ്യം ചെയ്തതിന് അയാൾ വന്ന് ഞങ്ങൾ കാറ് ക്ലോസ് ആക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ മൊത്തം അടിച്ച് ഈ ഭാഗമാണ് ബൈപ്പാസ് ചെയ്തതാണ്. വലിയ സർജറി കഴിഞ്ഞതാണ്. ഞങ്ങൾക്കെല്ലാം അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അയാൾ അത് പറഞ്ഞ് ദേഷ്യം പിടിച്ച് എന്തൊക്കെ അങ്ങോട്ട് ഓടി കഴിഞ്ഞിട്ട് അയാൾ ബസ് എടുത്ത് പോയി. അതിനിടെ കുരുക്ക് മറികടന്ന് മുന്നോട്ട് കയറി വന്ന ബസ് നാട്ടുകാർ ചേർന്ന് പിന്നോട്ടെടുപ്പിക്കുന്ന സ്ഥിതിയുമുണ്ടായി. വീതി കുറഞ്ഞ ഭാഗത്ത് ബസ് ഇടയിലൂടെ കയറി എത്തിയതോടെ കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ വന്നു. ഇതോടെയാണ് നാട്ടുകാർ ചേർന്ന് ബസ് പിന്നിലേക്ക് എടുപ്പിച്ചത്.